9500ഓളം ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിലുള്ള ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഏതാണെന്നല്ലേ? കസാഖിസ്ഥാനുള്ള സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നമ്മൾ കസാഖിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇതുപോലുള്ള കൺട്രി ആയിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കാൻ നോക്കും. ബട്ട് കസാഖിസ്ഥാൻ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കസാഖിസ്ഥാൻ HDI 0.811 ഉള്ള രാജ്യമാണ്. അതായത് HDI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം എത്രമാത്രം വലുതാവുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡെക്സ് ആണ് HDI എന്ന് പറയുന്നത്. HDI മെഷർ ചെയ്യുന്നത് UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഈ സംഘടനയുടെ ലിസ്റ്റിൽ 56ാമത്തെ സ്ഥാനത്താണ് കസാഖിസ്ഥാൻ വരുന്നത്. 53ാമത്തെ സ്ഥാനത്താണ് റൊമാനിയ, അതായത് യൂറോപ്യൻ യൂണിയനിലുള്ള റൊമാനിയ വരുന്നത്. അതായത് റൊമാനിയയും കസാഖിസ്ഥാനും തമ്മിൽ HDI ഇൻഡെക്സിൽ 3 റാങ്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 138 ആണ്. അതായത് നമ്മൾ നിൽക്കുന്ന ഇന്ത്യയിലായതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡെവലപ്മെന്റും അവിടുത്തെ ഡെവലപ്മെന്റും കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഡെക്സ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കസാഖിസ്ഥാൻ എത്രമാത്രം ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കൺട്രി ആണ് എന്നുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഒരു യൂറോപ്യൻ കൺട്രിയിൽ പഠിക്കുന്ന ഫീല് കിട്ടുന്ന ഒരു കൺട്രിയാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ കസാഖിസ്ഥാനിലെ ഏറ്റവും ഫീസ് കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിയുടെ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമ്മൾ എല്ലാ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ആ യൂണിവേഴ്സിറ്റി NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. കസാഖിസ്ഥാൻ NMC ഗൈഡ് ലൈൻസ് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുള്ളത് കസാഖിസ്ഥാന്റെ ഇന്ത്യൻ എംബസി ആയിട്ടുള്ള ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാന അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ സ്പെസിഫിക്കലായിട്ട് ഈ NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണമെന്നുള്ളത്. അപ്പൊ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. NMCയുടെ ഒന്നാമത്തെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കോഴ്സ് മിനിമം 54 മാസം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ 1 ഇയർ ഇന്റേൺഷിപ്പ് നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ചെയ്യണം എന്നുള്ളതാണ്. കസാഖിസ്ഥാനിലെ കോഴ്സ് എന്ന് പറയുന്നത് പണ്ട് മുതലേ 5 വർഷമായിരുന്നു. ഇന്റേൺഷിപ്പ് ആഡ് ചെയ്യണം എന്നുള്ള NMCയുടെ ഗൈഡ് ലൈൻ വന്നതിന് ശേഷം അവർ 1 ഇയർ ഇന്റേൺഷിപ്പ് ആഡ് ചെയ്തു. അതായത് ഇപ്പൊ കസാഖിസ്ഥാനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 വർഷത്തെ കോഴ്സും 1 ഇയർ ഇന്റേൺഷിപ്പും ആണ്. അപ്പൊ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ MBBSന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 5 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പും ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾ UK അല്ലെങ്കിൽ US പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ 5 വർഷത്തെ കോഴ്സും 2 വർഷത്തെ ഇന്റേൺഷിപ്പും നിങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് USMLO അല്ലെങ്കിൽ പ്ലാബോ എഴുതാൻ നിങ്ങളുടെ ഡിഗ്രി എലിജിബിൾ ആവുള്ളൂ. എന്നാലും ഓരോ യൂണിവേഴ്സിറ്റിയും ക്രോസ് ചെക്ക് ചെയ്യണം എന്നതിലുണ്ട്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 വർഷത്തെ കോഴ്സും പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പും തന്നെയാണ്. രണ്ടാമത്തെ NMCയുടെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം എന്നുള്ളതാണ്. ചില രാജ്യങ്ങൾ ആദ്യത്തെ 3 വർഷം ഇംഗ്ലീഷിലും അടുത്ത 3 വർഷം അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ എടുക്കുന്നുണ്ട്. ഇത് പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ വർഷം മുതൽ അവസാനത്തെ വർഷം വരെ എൻറ്റയർ കോഴ്സും ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് www.doms.org എന്ന വെബ്സൈറ്റിലെ കാര്യം ശേഷം കസാഖിസ്ഥാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. അതായത് ഈ യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. നാലാമത്തെ NMCയുടെ ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നമ്മൾ MBBS പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷനോ ലൈസൻസോ നമുക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ഡിഗ്രി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ കസാഖിസ്ഥാനിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കസാഖിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ കസാഖിസ്ഥാനി സ്റ്റുഡൻസിനെ പോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിനും രജിസ്ട്രേഷൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് അവർ കസാഖിസ്ഥാന്റെ ലൈസൻസിങ് എക്സാം എഴുതണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കസാഖിസ്ഥാന്റെ ലൈസൻസിങ് എക്സാം കസാഖ്, റഷ്യൻ, ഇംഗ്ലീഷ് ഈ 3 ലാംഗ്വേജിലുണ്ട്. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇംഗ്ലീഷിൽ എക്സാം എഴുതാൻ പറ്റും എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ NMCയുടെ ഈ 4 പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസും സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റിക്ക് എല്ലാ തരത്തിലുള്ള അക്രഡിറ്റേഷനും ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് നോക്കാനുള്ള അക്രഡിറ്റേഷൻ ECFMG WFME ആണ്. ECFMG അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് www.doms.org എന്ന വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പോൺസർ നോട്ടിൽ കാണാൻ പറ്റും. ഇനി WFME അക്രഡിറ്റേഷൻ കസാഖിസ്ഥാനിൽ ഉണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് IAAR ആണ് കസാഖിസ്ഥാനിന് WFME അക്രഡിറ്റേഷൻ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഏജൻസി. അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കസാഖിസ്ഥാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കസാഖിസ്ഥാനിൽ WFME ഉള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ പറ്റും. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ എംബസി ഓഫ് ആസ്ഥാനയുടെ വെബ്സൈറ്റിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ളത് ഷിംഗന്ത് സിറ്റിയുടെ സെന്ററിൽ തന്നെയാണ്. ഈ ഷിംഗന്ത് സിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളും കാര്യങ്ങളൊക്കെ ഉള്ള കസാഖിസ്ഥാനിലുള്ള ഒരു മെയിൻ സിറ്റിയാണ്.
നമ്മൾ സാധാരണ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാറ് കേരളത്തിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് പോയി ന്യൂഡൽഹിയിൽ നിന്ന് ഷിംഗന്തിലേക്ക് ഡയറക്റ്റ് പോവാണ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് ഇയർ വരെ കുട്ടികൾ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോയി ന്യൂഡൽഹിയിൽ നിന്ന് ആൽമാട്ടിയിലേക്ക് പോയി ആൽമാട്ടിയിൽ നിന്ന് ഷിംഗന്തിലേക്ക് പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ വർഷം മുതൽ ന്യൂ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഷിംഗന്തിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ഷിംഗന്ത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഓൾമോസ്റ്റ് 30 മിനിറ്റ് മാത്രമേ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കസാഖിസ്ഥാനുള്ള ലൊക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രീ ക്ലിനിക്കൽ ഇയേഴ്സിൽ, അതായത് ആദ്യത്തെ 3 വർഷം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ക്ലാസ് ഉണ്ടാവാറ്. ഒരു 3-4 സബ്ജക്റ്റ് ഒക്കെ ഓരോ ദിവസവും ഉണ്ടാവാറ്. ഇനി എക്സാമിന്റെ കാര്യം നോക്കുന്ന സമയത്ത് മിഡ് ടേം എക്സാം ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും. മിഡ് ടേം എക്സാം എന്ന് പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ MCQ എക്സാം ആയിരിക്കും. ഇതിന്റെ കൂടെ ഒരു ഓറൽ ടെസ്റ്റ് കൂടെ ഉണ്ടാവും. ആദ്യം നമ്മൾ ഓറൽ ടെസ്റ്റ് പാസ് ആവണം. പാസ്സായാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ MCQ എഴുതാൻ പറ്റുള്ളൂ. MCQ എക്സാം ആണെങ്കിൽ എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും. റിട്ടേൺ എക്സാം ആണെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് മാർക്ക് അറിയാൻ പറ്റും. നമുക്ക് 2 മിഡ് ടേം എക്സാം ഉണ്ടാവും. ഈ മിഡ് ടേം എക്സാമും അതുപോലെ ഓറൽ എക്സാം ഉണ്ടാവും. ഓറൽ എക്സാമും പാസ്സായാൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ മിഡ് ടേം എന്ന് പറയുന്നത് 100 മാർക്കിലായിരിക്കും ഉണ്ടാവുക. 100 മാർക്കിൽ 50ന്റെ മുകളിൽ കിട്ടിയാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ. ഇനി നമ്മൾ ഏതെങ്കിലും സബ്ജക്ട് മിഡ് ടേമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ വെക്കേഷന്റെ സമയത്ത് അത് നമ്മൾ എഴുതി പാസ്സാവേണ്ടി വരും. ഇനി നമ്മൾ ഫൈനൽ എക്സാം പാസ്സായാലും GPA എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതായത് ഗ്രേഡ് പോയിന്റ് ആവറേജ്. ഓരോ വർഷവും GPA കൂടെ ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത വർഷത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. GPA എന്ന് പറയുന്നത് എക്സാമിന്റെ മാർക്ക്, മിഡ് ടേമിന്റെ മാർക്ക്, അതുപോലെ ക്ലാസ്സിലുള്ള പെർഫോമൻസ്, അറ്റൻഡൻസ്, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നതാണ്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സബ്ജക്ട് നമുക്ക് മാക്സിമം 3 ആബ്സെന്റ് മാത്രമേ ആവാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് GPA കുറയും. ചില ടീച്ചേഴ്സ് മിഡ് ടേം എഴുതാൻ സമ്മതിക്കില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ടീച്ചേഴ്സ് ആണ്. നമ്മളിപ്പോൾ മെഡിക്കൽ എമർജൻസി ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ആയിട്ടാണ് ലീവ് എടുക്കുന്നതെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു എക്സ്ക്യൂസ് ഒക്കെ കിട്ടാറുണ്ട്. ടോട്ടൽ GPA എന്ന് പറയുന്നത് 4 ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഇയറിന് സെക്കൻഡ് ഇയറിലോട്ട് പോകണമെങ്കിൽ 2.2 GPA കിട്ടണം. ഇനി സെക്കൻഡ് ഇയറിന് തേർഡ് ഇയറിലേക്ക് പോകാൻ 2.3 GPA കിട്ടണം. തേർഡ് ഇയറിന് ഫോർത്ത് ഇയറിലേക്ക് പോകാൻ 2.4 കിട്ടണം. ഇങ്ങനെയാണ് അതിന്റെ ഒരു റേഷ്യോ വരുന്നത്. ഇൻ കേസ് നമ്മൾ എല്ലാ എക്സാമും പാസ് ആയിട്ടുണ്ട്, പക്ഷേ GPA കുറവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് പറയാനുള്ളത് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയൊക്കെയാണ് ഇയർ ബാക്ക് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് 2 റീസൺ ആണ് ഇയർ ബാക്ക് ആവാൻ ഉണ്ടാവുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫീസ് പേ ചെയ്യാത്തതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ GPA സ്കോർ കുറയുന്നതാണ്. ഫസ്റ്റ് സെമ്മിൽ ഏതെങ്കിലും സബ്ജക്ട് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് സെമ്മിൽ പഠിക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് സെമ്മിലുള്ള സബ്ജക്റ്റിന്റെ കണ്ടിന്യൂവേഷൻ ആണ് സെക്കൻഡ് സെമ്മിലുള്ള സബ്ജക്ട് എങ്കിൽ, അതായത് പ്രീ റിക്വസൈറ്റ് സബ്ജക്ട് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ബാക്ക് ആണുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ GPA കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 4 2.2 വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് ആവും. GPA നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് റീടെസ്റ്റ് എടുക്കാൻ പറ്റും. റീടെസ്റ്റിന് ഒരു സബ്ജക്റ്റിന് ഓൾമോസ്റ്റ് 25,000 രൂപ ഇന്ത്യൻ റുപ്പീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. റീടെസ്റ്റ് എടുത്തിട്ടും GPA ഇൻക്രീസ് ആയില്ലെങ്കിൽ നമ്മൾ ഇയർ ബാക്ക് ആവും. ഇനിയിപ്പോൾ നമുക്ക് GPA ഉണ്ട് പക്ഷേ ഏതെങ്കിലും സബ്ജക്ട് ഫെയിൽ ആയി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകാൻ പറ്റും. 5th ഇയറിന്റെ ഉള്ളിൽ ആ സബ്ജക്റ്റുകൾ നമ്മൾ എഴുതിയെടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമ്മുടെ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വെക്കേഷൻ നോക്കുന്ന സമയത്ത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് മെയിൻ വെക്കേഷൻ വരുന്നത്. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ വെക്കേഷൻ ഉണ്ടാവില്ല. കാര്യം അവർക്ക് ക്ലാസ് തുടങ്ങാൻ തന്നെ ലേറ്റ് ആവും. ഇനി എക്സാം കഴിയുക ഓൾമോസ്റ്റ് ആഗസ്റ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയൊരു വെക്കേഷൻ കിട്ടില്ല. സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് ജൂൺ ലാസ്റ്റ്, ജൂലൈ ഫസ്റ്റിലായിരിക്കും എക്സാം കഴിയുന്നുണ്ടാവുക. അതായത് ജൂലൈ മുതൽ ഓൾമോസ്റ്റ് ഓഗസ്റ്റ് വരെ അവർക്ക് വെക്കേഷൻ കിട്ടും. തേർഡ് ഇയറിലാവുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഓഗസ്റ്റിൽ മാത്രമേ വെക്കേഷൻ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ പോലെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലാണ് മെയിൻ വെക്കേഷൻസ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഈ മാസത്തിൽ നമുക്ക് എങ്ങനെയാണോ എക്സാം കഴിയുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ലീവ് ഉണ്ടാവും. ഇനി സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സബ്ജക്ട് നോക്കുന്ന സമയത്ത് ECTS സിസ്റ്റമാണ് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്കുമുലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൽ 360 ക്രെഡിറ്റ് മിനിമം വേണം എന്നുള്ളത് ഇന്ത്യൻ എംബസി ഓഫ് ആസാന പറഞ്ഞിട്ടുണ്ട്. സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മിനിമം 360 ക്രെഡിറ്റ് വരുന്നുണ്ട്. ഓരോ സെമസ്റ്ററിലും 30 ക്രെഡിറ്റ് ആണ്, ഓരോ വർഷവും 60 ക്രെഡിറ്റ് ആണ്. നമുക്ക് ഈ ക്രെഡിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സബ്ജക്റ്റുകൾ ഉണ്ടാവുക. ഓരോ സബ്ജക്റ്റിനും ഡിഫറെന്റ് ക്രെഡിറ്റ് ആയിരിക്കും. ഇപ്പോൾ അനാട്ടമി, ഹിസ്റ്റോളജി, ഫിസിയോളജി, മൈക്രോബയോളജി ഇതുപോലുള്ള സബ്ജക്റ്റിലേക്ക് 3 ആയിരിക്കും ക്രെഡിറ്റ്. അതേസമയത്ത് സർജറി, ഒബ്സ്റ്റക്കിൾസ്, പീഡിയാട്രിക്സ് ഇതുപോലുള്ള സബ്ജക്റ്റിനൊക്കെ 5 ആണ് ക്രെഡിറ്റ്. അപ്പോൾ ഒരു സെമസ്റ്ററിൽ 30 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്രെഡിറ്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സബ്ജക്റ്റുകൾ ഉണ്ടാവുക. ഇനി നമുക്ക് സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ക്ലിനിക്കൽസ് നോക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ മുതലാണ് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഇയറിലുള്ള എല്ലാ എക്സാമും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ 2 മന്ത് ഡ്യൂട്ടി ചെയ്യാം. ഇപ്പൊ സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ രോഗികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ. പക്ഷെ തേർഡ് ഇയർ മുതൽ 5th ഇയർ വരെ നമുക്ക് പേഷ്യന്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യണം, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, അവരുടെ ഹിസ്റ്ററി എടുക്കണം. ഇത് ഡിപ്പെൻഡ്സ് ഓൺ സബ്ജക്ട് ആയിരിക്കും. ഇൻ കേസ് പീഡിയാട്രിക് ആണ് നമ്മുടെ സബ്ജക്ട് എങ്കിൽ പീഡിയാട്രിക് പേഷ്യന്റിനെ വിസിറ്റ് ചെയ്ത് അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ഇവിടെ കസാഖിസ്ഥാനിൽ ക്ലിനിക്കൽസ് കിട്ടുമെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കസാഖിസ്ഥാനിൽ ക്ലിനിക്കൽസ് കിട്ടും. രോഗിയെ തൊട്ടുകൊണ്ടും അവരെ കംപ്ലീറ്റ് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും.
പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കസാക്കിസ്ഥാൻ ലാംഗ്വേജ് അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് കസാക്കും റഷ്യനും പഠിക്കാനുണ്ട്. അത് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അത് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രോഗികളുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും നല്ല രീതിയിൽ ക്ലിനിക്കൽസ് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുള്ളൂ. ഇനി സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കടാവർ അവൈലബിൾ അല്ല. നമ്മൾ സ്റ്റിമുലേറ്ററും മാനിക്യൂരും വെച്ചിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ മോർച്ചറിയിൽ ഡെഡ് ബോഡികൾ ഉണ്ടാവും. നമ്മുടെ ടീച്ചർ വില്ലിംഗ് ആണെങ്കിൽ നമുക്കത് പോയി കാണാൻ പറ്റും. അതുപോലെ വെക്കേഷന്റെ സമയത്ത് നമ്മൾ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കമ്പൽസറി ഒന്നുമല്ല, കൂടുതൽ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ വേണം എന്നുള്ള കുട്ടിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹോസ്പിറ്റൽസ് ആണ്. നമ്മൾ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണ് ക്ലിനിക്കൽസിന് പോകാറുള്ളത്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ പോലൊക്കെ തന്നെയാണ്. ഓൾമോസ്റ്റ് 15 സ്റ്റുഡൻസ് ആണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിൽ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ വേണം എന്നുള്ള കുട്ടിക്ക് വെക്കേഷന്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കസാക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ് നല്ല രീതിയിൽ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷം വരെ $3600 ആയിരുന്നു ഫീസ്. അത് സെം വൈസ് അടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ഇന്നത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് 2,99,000 രൂപ, ഓൾമോസ്റ്റ് 3 ലക്ഷം രൂപ. അതായത് നിങ്ങൾക്ക് അത് ഹാഫ് ആയിട്ട് സെം വൈസ് സ്പ്ലിറ്റ് ചെയ്ത് അടക്കാൻ പറ്റും. 1,50,000 ഒരു സെമസ്റ്ററിലും അടുത്ത സെമസ്റ്ററിൽ ബാക്കി 1,50,000 അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വരാൻ പോകുന്ന വർഷം അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി അക്കോമഡേഷന്റെ കാര്യം പറയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഫ്ലോർ സെപ്പറേറ്റഡ് ആണ്. അതായത് ഒരേ ബിൽഡിംഗിലായിരിക്കും ബോയ്സും ഗേൾസും ഉണ്ടാവുക. പക്ഷെ ഒരു ഫ്ലോറിൽ ബോയ്സും ഒരു ഫ്ലോറിൽ ഗേൾസും ആണ് ഉണ്ടാവുക. ഗേൾസിന്റെ ഫ്ലോറിലേക്ക് ബോയ്സിന് പോകാനോ ബോയ്സിന്റെ ഫ്ലോറിലേക്ക് ഗേൾസിന് പോകാനോ ഒന്നും പറ്റില്ല. കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ഫസ്റ്റ് ഇയറിൽ ഹോസ്റ്റൽ കമ്പൽസറി ആണ്. ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു വർഷത്തേക്ക് $800 ആണ്. അതായത് ഇന്നത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് 66,554 റുപ്പീസ് ആണ്. നമ്മൾ മന്ത് വൈസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 6,600 രൂപയാണ് ഹോസ്റ്റലിന് എക്സ്പെൻസ് വരുന്നത്. ഇനി ഫുഡ് നോക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ പെർ മന്ത് $120 ആണ് ഫുഡിന് വരുന്നത്. അതായത് ഇന്നത്തെ കൺവേർഷൻ റേറ്റ് അനുസരിച്ച് 9,983, ഓൾമോസ്റ്റ് 10,000 രൂപയുടെ അടുത്ത്. അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് മന്ത്ലി ഓൾമോസ്റ്റ് 16,000 രൂപയുടെ അടുത്ത് വരുന്നത്. ഇനി നമ്മൾ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്ത് മാറുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന അപ്പാർട്ട്മെന്റിന് 20,000 രൂപയുടെ അടുത്താണ് എക്സ്പെൻസ് വരാറുള്ളത്. കസാക്കിസ്ഥാൻ നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഉദ്ദേശമുള്ള കുട്ടികളാണെങ്കിൽ സ്പൈസസ് ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണം. കാരണം നമ്മുടെ നാട്ടിലെ പല സ്പൈസസും കസാക്കിസ്ഥാനിൽ അവൈലബിൾ ആയിരിക്കും. ഇനി കസാക്കിസ്ഥാനിലെ സാധനങ്ങൾക്ക് എത്രമാത്രം വില വരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കസാക്കിസ്ഥാനിൽ ഒരു ബിരിയാണിക്ക് ഓൾമോസ്റ്റ് 400 to 500 രൂപയാണ്. ഇനി കസാക്കിസ്ഥാനിലെ ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് അവിടെ ബസ്സും ടാക്സിയൊക്കെ അവൈലബിൾ ആണ്. സാധാരണ കുട്ടികൾ യൂസ് ചെയ്യാറുള്ളത് പബ്ലിക് ട്രാൻസ്പോർട്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് കാർഡ് അവൈലബിൾ ആണ്. ഈ സ്റ്റുഡന്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ 50 ടഞ്ച് മാത്രമേ നമുക്ക് ടിക്കറ്റ് വരുള്ളൂ. 50 ടഞ്ച് എന്ന് പറയുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസ് 8 രൂപയുടെ അടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ നോർമലി ബസ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 100 ടഞ്ചേ വരുള്ളൂ. 100 ടഞ്ച് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു 16-17 രൂപയുടെ അടുത്ത്. ഇപ്പോൾ ബസ് ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടല്ല. ഒരു ബസ് കയറി കഴിഞ്ഞാൽ ആ ബസ്സിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ നമുക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ കസാക്കിസ്ഥാനിലെ ക്ലൈമറ്റ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുന്ന സമയത്താണ് വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. വിന്ററിൽ ഓൾമോസ്റ്റ് -20°C വരെയൊക്കെ പോകാറുണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹീറ്റ് ജാക്കറ്റും ബൂട്ടൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാര്യം ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ഒരു രാജ്യമാണ്. ആരും ഈ ക്ലൈമറ്റിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നിർത്തി പോകുന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുന്ന സമയത്ത് സമ്മർ സ്റ്റാർട്ട് ആവും. സമ്മറിൽ 50°C വരെയൊക്കെ ടെമ്പറേച്ചർ ഉയരാറുണ്ട്. ഇനി കുട്ടികളുടെ ഡൗട്ടാണ് നമ്മൾ MBBS പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സ് MBBS ആണ്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ലാതെ പാർട്ട് ടൈമിനോ കാര്യങ്ങൾക്കോ ഒന്നും ചിന്തിക്കാനോ അതിന് വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഇനി കസാക്കിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിൽ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൈസൻസിങ് എക്സാം എഴുതി കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് ജർമ്മനി, ഫ്രാൻസ് പോലുള്ള കൺട്രീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടുത്തെ ലൈസൻസിങ് എക്സാമും ലാംഗ്വേജ് എക്സാമും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതല്ല UK പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്ലാബ് എക്സാം പ്ലാബ് 1ഉം 2ഉം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK പോയിട്ട് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ദുബായിലേക്ക് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നെങ്കിൽ കസാക്കിസ്ഥാനിൽ തന്നെ 2 വർഷം വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തിരിച്ചു വന്ന് ഇന്ത്യയിൽ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദുബായിയുടെ DHA എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ദുബായിലേക്ക് പോകാൻ പറ്റും. ഇനി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നെക്സ്റ്റ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. ആ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 1ന്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ PG ചെയ്യണമെങ്കിൽ PG ഗവൺമെന്റ് സീറ്റ് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 ക്ലിയർ ചെയ്യുക. അതിന്റെ കൂടെ തന്നെ 1 ഇയർ ഇന്റേൺഷിപ്പ് ഇന്ത്യയിലും ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ മെഡിക്കൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കസാക്കിസ്ഥാനിലുള്ള സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് കസാക്കിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് വ്ലോഗ് റിലീസ് ചെയ്യുന്നത്.
സ്റ്റുഡൻറ്റ് വ്ളോഗ് എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന രീതിയിലും അതുപോലെ അവർ തന്നെ അവരുടെ യൂണിവേഴ്സിറ്റീസ് കാണിച്ചു തരുന്നതും അതുപോലെ തന്നെ ഹോസ്റ്റൽസ് അതുപോലെ അവിടെയുള്ള സിറ്റീസ് അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി അവിടെ MBBS പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി കസാഖിസ്ഥാനെ കുറിച്ചിട്ടും സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുന്ന ഒരു വ്ളോഗ് സീരീസ് ആണത്. അപ്പോൾ ആ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോ സീരീസ് നമ്മളെ ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോസ് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ആ വീഡിയോസ് കിട്ടും. അപ്പോൾ നമുക്കിനി സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മേഘനെ കോളിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു നോക്കാം. ഹലോ മേഘ, ഞാൻ ഫോറിൻ ഡിഗ്രിയുടെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മേഘനോട് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാമെന്നുള്ള രീതിയിലാണ് വിളിച്ചത്. മേഘ ഇപ്പോൾ ഫ്രീ ആണോ? സംസാരിക്കാവോ? ഞാൻ ഇപ്പോൾ ഫ്രീ ആണ്, ഇപ്പോൾ സംസാരിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കസാഖിസ്ഥാനിൽ ക്ലാസ്സിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ ക്ലാസ്സിന് ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വരെയാണ് 1 day 2 or 3 സബ്ജക്റ്റ് കാണും. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയറും സൈക്കിൾ സിസ്റ്റം ആയിരിക്കും. അപ്പോഴത്തേക്ക് 1 day ഒരു 3 or 4 hours ഒക്കെ ആയിരിക്കും ക്ലാസ് കാണുന്നത്. പിന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ ഇടയ്ക്കും 1 hour ഒക്കെ ബ്രേക്കും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിൽ മലയാളി സ്റ്റുഡൻസ് മാത്രമാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫറെൻറ്റ് ഏരിയാസ് എന്നുള്ള കുട്ടികളുണ്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടോ? എങ്ങനെയാണ് ക്ലാസ്? ഇല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ മലയാളീസ് മാത്രമല്ല, നോർത്ത് ഇന്ത്യൻസ് മിക്സ്ഡ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കസാഖിസ്ഥാനിൽ ഹോസ്റ്റൽ മിക്സഡ് ആണോ അല്ലെങ്കിൽ ഒരേ ബിൽഡിങ്ങിൽ തന്നെ ഫ്ലോർ സെപ്പറേറ്റഡ് ആയിട്ടാണോ എന്നുള്ളത്. എങ്ങനെയാണ് അവിടെ ഹോസ്റ്റൽ നിങ്ങൾക്ക് വരുന്നത്? സെയിം ഹോസ്റ്റലിലാണ്, ബട്ട് ഡിഫറെൻറ്റ് ഫ്ലോറാണ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഗേൾസ് ആണെങ്കിൽ ഒരു തേർഡ് ഫ്ലോറിലായിരിക്കും ബോയ്സ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പം 2 ഹോസ്റ്റലാണുള്ളത്. ഒന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെയാണ്, 10 to 15 minutes വാക്ക് ചെയ്യണം. പിന്നെ ഹോസ്റ്റലാണെങ്കിൽ മിക്സ്ഡ് തന്നെയാണ്, ബോയ്സും ഗേൾസും സെയിം ഹോസ്റ്റൽ തന്നെയാണ്. സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയേഴ്സ് കമ്പൽസറി ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം. പിന്നെ ഫ്രം സെക്കൻഡ് ഇയർ ടു ലാസ്റ്റ് ഇയർ വരെ അപ്പാർട്ട്മെൻറ്റിലാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഈ ജോർജിയ പോലുള്ള കൺട്രീസിലൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതുപോലെയാണോ കസാഖിസ്ഥാനിൽ വരുന്നത്? ഞങ്ങൾക്ക് ഇവിടെ ഹോസ്പിറ്റൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റൽ പ്രാക്ടീസിന് ഓരോ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ ഇപ്പോൾ ഏത് സബ്ജക്റ്റാണ് നടക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റലിലായിരിക്കും പോകുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ കസാഖിസ്ഥാൻ പൊതുവെ നല്ല തണുപ്പുള്ള ഒരു കൺട്രി ആണെന്നാണല്ലോ പറയാറ്. അപ്പോൾ അവിടെ പോയ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ക്ലൈമറ്റൊക്കെ അഡ്ജസ്റ്റ് ആയി വരാൻ? വിൻ്റർ സീസൺ ആകുമ്പോൾ കുറച്ച് ഫസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിന് നിർത്തിപ്പോവേണ്ട പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഡ്രസ്സും ജാക്കറ്റ്സൊക്കെ യൂസ് ചെയ്താണ് എല്ലാവരും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ അവിടെ അനാട്ടമി പഠിക്കുന്നത് കടാവർ വെച്ചിട്ടാണോ? കടാവർ അവൈലബിൾ ആണോ നിങ്ങൾക്ക്? ഇല്ല, ഞങ്ങൾക്ക് കടാവേഴ്സ് അവൈലബിൾ അല്ല. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഞങ്ങൾ അല്ലാതെ പഠിക്കുന്നത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇഞ്ചക്ഷൻ ഞങ്ങൾക്ക് പേഷ്യൻസിന് ഇതുവരെ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ കടാവർ ഇല്ലാതെ മാനിക്കിനോ അല്ലെങ്കിൽ സ്റ്റിമുലേറ്റർ വെച്ചിട്ടാണോ പഠിക്കുന്നത്? യെസ്, നമ്മൾ സ്റ്റിമുലേറ്റേഴ്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് ഒറിജിനൽ ബോഡി അല്ലാത്ത പ്ലാസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലേ, അതിലൊക്കെയാണ് ഞങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചത്. ഓക്കെ. പിന്നെ അതുപോലെ നാട്ടിൽ നിന്ന് അയക്കുന്ന പൈസ നിങ്ങൾ അവിടെ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാറ്? കസാഖിസ്ഥാനിലെ ബാങ്ക് അക്കൗണ്ട് എടുക്കുമോ അല്ലെങ്കിൽ നാട്ടിലെ ATM ഉപയോഗിക്കുകയാണോ ചെയ്യാറ്? നമ്മുടെ നോർമൽ ATM ഇവിടെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ക്യാഷ് അയക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ATM വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ വീക്കെൻഡിലൊക്കെ ക്ലാസ് ലീവ് ആയിരിക്കുമല്ലോ, ആ സമയത്ത് ഒന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനൊക്കെ നല്ല ടൂറിസ്റ്റ് പ്ലേസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങളുടെ കോളേജ് വരുന്ന ഒരു സിറ്റി പ്ലേസിൽ തന്നെയാണ്. അപ്പോൾ അവിടെ അടുത്തൊക്കെ നല്ല ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഉണ്ട്. ടൂറിസ്റ്റീസൊക്കെ വരുന്ന പ്ലേസ് തന്നെയാണ്. കുറച്ച് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള പ്ലേസൊക്കെ തന്നെയാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഈ മേഘയുടെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയുണ്ട്? ഇവിടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും ഉള്ളതിനേക്കാൾ ഇപ്പം ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം പഴയതിനേക്കാൾ നല്ലപോലെ ഇന്ത്യൻസ് വന്നപ്പോൾ കുറച്ചുകൂടെ ക്യാമ്പസൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്.
പിന്നെയുള്ളത് അവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലീവ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് അവരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നമുക്ക് അവിടുത്തെ കൾച്ചറുമായിട്ട് കുറച്ചുകൂടെ അറിയാനൊക്കെ നമുക്ക് നല്ല രീതിക്ക് പറ്റും. പിന്നെ നമ്മുടെ കോളേജ് തന്നെ സീനിയേഴ്സിൻ്റെ ഗ്രാജുവേഷൻ ആയാൽ പോലും നമുക്കും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ പറ്റും. കോളേജ് ലൈഫ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻസ് കോളേജിലുള്ള അത്രയില്ലെങ്കിലും അത്യാവശ്യം നല്ലതുപോലെ പോകുന്നുണ്ട്. പിന്നെ കൂടുതലും നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലും കൾച്ചറലായിട്ടുള്ള ഹോളി ആയാലും ദീപാവലി ആയാലും നമുക്കും ഇപ്പം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ കോളേജിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾക്കവിടെ കോളേജ് എന്ന് പറയുന്നത് കൂടുതൽ സെൽഫ് സ്റ്റഡിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഡൗട്ട്സൊക്കെ കൂടുതലായിരിക്കും. സോ ടീച്ചേഴ്സ് നമുക്ക് എന്ത് ഡൗട്ട് ചോദിച്ചാലും നമുക്ക് നല്ല രീതിക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. നമുക്കൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ നല്ല രീതിക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അവർ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് അല്ല ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത്. നമുക്ക് എന്ത് വേണോ നമുക്ക് നല്ല രീതിക്ക് ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ പഠിക്കുന്ന ഏത് കാര്യം വേണമെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ അവർ ക്ലിയർ ആയിട്ട് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ കസാഖിസ്ഥാനിലുള്ള നേറ്റീവായിട്ടുള്ള അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ്? ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെൽക്കമിങ് ആണോ? അവിടുത്തെ ആളുകളെല്ലാം കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ നമ്മളെല്ലാവരും നോർമൽ എല്ലാവരെ പോലെയൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നും ആരും ഉണ്ടാക്കത്തില്ല. റെസ്പെക്റ്റൊക്കെ നൽകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം നല്ല ഇരിക്കുന്ന നൈബേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ മേഘ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു മേഘയോട് ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മേഘ പറഞ്ഞു തന്നു. നമ്മളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. അപ്പോൾ സൗത്ത് കസാഖിസ്ഥാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സൗത്ത് കസാഖിസ്ഥാൻ യൂണിവേഴ്സിറ്റിയുടെ ബ്ലോഗും നമ്മുടെ ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടന്റുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും അബ്രോഡ് MBBS നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.